Hi all, welcome to our channel Silu Talks. അപ്പോൾ ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമുക്ക് തണ്ണിമത്തൻ വീട്ടിൽ തന്നെ വെച്ച് ഉണ്ടാക്കാം എന്നുള്ളതിനുള്ള തെളിവാണ് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത്. ഞാൻ എൻ്റെ വീട്ടിൽ സ്വന്തമായിട്ട് തന്നെ വെറുതെ അധികം റിസ്ക് ഒന്നും ഇല്ലാതെ ഒരുപാട് കെയർ ഒന്നും കൊടുക്കാതെ തന്നെ തണ്ണിമത്തൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കാണാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ കാണിച്ചത് ഒരു 10 ദിവസമായത്, നമ്മൾ സീഡ് ഇട്ടതിന് ശേഷം 10 ദിവസമായതാണ്. ഈ കാണുന്നത് 25th ഡേയിലാണ്. വളരെ ഈസി ആയിട്ട് തന്നെ ഇത് വളരും കേട്ടോ. 25ാമത്തെ ദിവസമാണ് ഇത്രയും ഒരു ലെവലിലായിരിക്കുന്നത്. നമ്മൾ പ്രത്യേകിച്ച് കെയറിങ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, മണ്ണിൻ്റെ കാര്യത്തിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇത് 14th ഡേയിൽ അതിൽ ഫ്ലവർ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ വേഗം തണ്ണിമത്തനൊക്കെ വരും. അത് കഴിഞ്ഞ് ഒരു 10 ദിവസം കൂടെ കഴിഞ്ഞപ്പോൾ ഫ്ലവറിന് നമുക്ക് നല്ലൊരു തണ്ണിമത്തൻ ഉണ്ടായിട്ടുണ്ട്. നല്ല കുഞ്ഞൊരു തണ്ണിമത്തനാണ് ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ ആ ഷേപ്പും കാണാൻ നല്ല ഭംഗിയുണ്ട്. ഒരു ബേബി തണ്ണിമത്തനാണ് ഇത്, കണ്ടില്ലേ? അപ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇത് ഉണ്ടാക്കാൻ. നമ്മൾ നല്ല മൂത്ത തണ്ണിമത്തൻ വാങ്ങിക്കഴിഞ്ഞാൽ അതിൽ വന്നിട്ട് നല്ല സീഡ് കുറച്ചെടുത്തിട്ട് അത് നമ്മൾ ജസ്റ്റ് മണ്ണിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ദിവസം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് അത് നമ്മൾ പിറ്റേ ദിവസം മണ്ണിലേക്ക് ഇട്ട് കൊടുക്കുക. മണ്ണ് ഒരുക്കുന്നത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ചകിരിച്ചോറും പിന്നെ ആട്ടിൻകാഷ്ടവും അല്ലെങ്കിൽ മറ്റേ പശുവിൻ്റെ ചാണകം ഉണക്കിയതുണ്ടാവില്ല, അതൊക്കെ കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ മണ്ണൊരുക്കേണ്ടത്. അതിലിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പ്രത്യേകിച്ച് കെയർ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഡെയിലി വെള്ളം തളിച്ച് കൊടുക്കുക. അടിപൊളിയായിട്ട് തണ്ണിമത്തൻ വളരും. നമുക്കിപ്പോൾ പുറത്തുനിന്ന് വാങ്ങുകയാണെങ്കിൽ ഒരുപാട് പെസ്റ്റിസൈഡ്സും മരുന്നുകളൊക്കെ അടിച്ചിട്ടാണ് നമുക്ക് തണ്ണിമത്തനൊക്കെ കിട്ടുക. പക്ഷേ നമ്മളിതുപോലെ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള അടിപൊളി സാധനം കിട്ടും. വെള്ളം മാത്രം നമ്മൾ ഡെയിലി നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക. കാരണം അതിൽ ഏറ്റവും കൂടുതൽ വെള്ളത്തിൻ്റെ കണ്ടൻ്റ് ആണല്ലോ ഉണ്ടാവുക. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവരും വീട്ടിൽ സ്വന്തമായിട്ട് തന്നെ ഉണ്ടാക്കണം കേട്ടോ. ഇതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെയാണ്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാളും നമ്മുടെ വീട്ടിലുണ്ടായിക്കഴിഞ്ഞാൽ അത് കഴിക്കാനും പ്രത്യേക ടേസ്റ്റാണ്. നമുക്ക് ശരീരത്തിന് ഒരുപാട് ഹാനികരമല്ലാത്ത നല്ല സാധനം കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇത് വലുതായതിന് ശേഷം ഞാൻ വേറെ വീഡിയോ ഇട്ട് കാണിച്ചു തരാം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.